തലസ്ഥാനമായിട്ടുള്ള ഹവാന എന്ന് പറഞ്ഞ നഗരം, ആ ഹവാന നഗരത്തിലെ കുറച്ച് ലോക്കൽ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് നമ്മളിന്ന് പോകുന്നത്. Oh my god, I got kissed once again. വില്ലേജ് കാർ വണ്ടിപ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ ക്യൂബയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള നയനാനന്ദകരമായിട്ടുള്ള വിഷ്വൽസ് നിങ്ങൾക്ക് കിട്ടും. ഇത്രയും നാളെ നമ്മൾ ടൂറിസ്റ്റിന്റെ ആസ്പെക്റ്റിൽ ടൂറിസം റിലേറ്റഡും ബീച്ചും റിസോർട്ടും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കണ്ടു അല്ലേ. അപ്പോൾ നമുക്ക് ഹവാനയിലെ സാധാരണക്കാരുടെ കാഴ്ചകൾ നമുക്ക് കാണാം. ആരോഗ്യ റെഡി? എനിക്കറിയാം ഈ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യായിരുന്നു എന്ന്. ആ ഒരു വിൻറ്റേജ് കാറുകൾ ഇങ്ങനെ എന്താ പറയുക തകൃതിയായി ഓടുന്ന ഹവാന നഗരം. ഹവാനയല്ല, ക്യൂബ മൊത്തം ഇവിടെ ഇങ്ങനെ ആട്ടോ. നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഇടുങ്ങിയ സ്ഥലത്ത് ഒരു ഗല്ലിയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ നമുക്ക് വീടുകൾ കാണാം. നമ്മൾ മുംബൈയിലും ഡൽഹിയിലൊക്കെ പോകുമ്പോഴത്തേക്കിനും അവിടുത്തെ ആ ഒരു ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളല്ലേ, അതേപോലത്തെ ഒരു സ്ഥലങ്ങളിലാണ് നമ്മൾ പോകുന്നത്. സൈക്കിൾ റിക്ഷകളുണ്ട്, പിന്നെ വിൻറ്റേജ് കാറുകളുണ്ട്, പുതിയ കാറുകളുണ്ട്, ടാക്സികളുണ്ട്, കല്ലുകൾ ഇങ്ങനെ പാകിയിരിക്കുന്ന ഇത്തരത്തിലുള്ള നിരത്തുകൾ നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും. അതിൻ്റെ എല്ലാ ഇടയ്ക്ക് സിഗരറ്റ് കുട്ടികളും കാണാൻ സാധിക്കും. ബിക്കോസ് ഇവന്മാരെ പോലെ സിഗരറ്റ് വലിക്കുന്നവർ എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെയെങ്കിലും ഉണ്ടെന്ന്. അതുപോലെ വലിയ ആൾക്കാരാണ്, രക്ഷയില്ലാത്ത ആൾക്കാരാണ്. പിന്നെ സിഗാറിൻ്റെ ആൾക്കാരാണല്ലോ മെയിനായിട്ട്. അതന്നെ വണ്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല. ഡോഡ്ജ് ആണെന്ന് തോന്നുന്നത്. എന്തൊക്കെ വണ്ടികളാണ് ഇവന്മാരുടെ ഉള്ളതെന്നറിയോ. വീടുകൾക്കിടയ്ക്ക് ഇതുപോലെയുള്ള പാർക്കുകളൊക്കെ ഇവർക്ക് ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ എല്ലാം നമ്മുടെ നാട്ടിനെക്കാട്ടി കഷ്ടമാണ് കേട്ടോ. ഈ സംഭവങ്ങളൊക്കെ മൊത്തം ചപ്പും ചവറും അതും ഇതുമൊക്കെ വരിച്ചു വാലിയിട്ട് ആകെ അലങ്കുലമായി കിടക്കുകയാണ്. പിന്നെ പോരാത്തതിന് ഇന്ന് രാവിലെ ഒരു ചെറിയ മഴയും പെയ്തിട്ടുണ്ട്. എല്ലാം പഴയ കെട്ടിടങ്ങളാണ്. എന്ത് നോക്കിയാലും നമുക്ക് ആ ഒരു പഴമ നമുക്ക് മനസ്സിലാവും. അതായത് നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന വീഡിയോകളൊക്കെ ഇല്ലേ, എല്ലാവരും ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന പോലെ ക്യൂബ ഇപ്പോഴും 40കളിലും 50കളിലും ഒക്കെയാണ്. കാരണം ഇവർക്ക് ഈ കെട്ടിടങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പൈസയും സാമ്പത്തിക സംഭവങ്ങളൊക്കെ വളരെ കുറവാണ് പല ആൾക്കാർക്കും. അങ്ങനെയുള്ള ആൾക്കാർ മാത്രമാണ് പലതും വൃത്തിയാക്കിയും മറ്റുമൊക്കെ സൂക്ഷിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ഇതേപോലത്തെ അവസ്ഥയിലാണ്. കാരണം അത് അങ്ങനെയാണ് സംഭവം. നമുക്കറിയാലോ എന്താണെന്നുള്ളത്. എൻ്റെ പിന്നെ ഷെവലറ്റിൻ്റെ ഒരു ഷെവലയുടെ ഒരു ട്രക്ക് കണ്ടു. വിളിച്ച് അടിപൊളി. ആരൊക്കെ ജോലിക്കൊക്കെ പോവാണ് കണ്ടില്ലേ. മോളല്ലേ മൂക്ക് പൊത്തി നടക്കുന്ന അവസ്ഥയാണ്. എന്താല്ലേ ഇതിപ്പോൾ സിറ്റി ടൂറാണോ വിൻറ്റേജ് കാർ ടൂറാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ സിറ്റികളിലും ഉള്ളതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉള്ളത് ഹവാന ഓൾഡ് സിറ്റിയിലാണ് കേട്ടോ. ഓൾഡ് സിറ്റിയിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സിറ്റികളിലും നമുക്ക് ഓൾഡ് സിറ്റിയും ന്യൂ സിറ്റി എന്ന് പറഞ്ഞൊരു ഏരിയ കാണാൻ സാധിക്കും. അതിനകത്ത് തന്നെ നമ്മളിപ്പോൾ ഓൾഡ് സിറ്റി ഏരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓൾഡ് സിറ്റിയുടെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഈ ഓൾഡ് സിറ്റികളിൽ തന്നെ നമുക്ക് എന്താ പറയുക, അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്ന ഓൾഡ് സിറ്റിയും പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാത്ത ഓൾഡ് സിറ്റികളൊക്കെ നമുക്ക് പല സ്ഥലത്തും കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്ന സ്ഥലങ്ങളും മെയിൻറ്റെയിൻഡ് അല്ലാത്ത സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ എന്നിരുന്നാലും നമ്മളൊരു രാജ്യത്ത് പോകുമ്പോഴത്തേക്കിനും അവിടുത്തെ ആളുകളെ കാണുമ്പോഴത്തേക്കിനും അവിടുത്തെ ജീവിത നിലവാരം എന്താണെന്ന് നമുക്ക് ആളുകളെ കൊണ്ടും അതേപോലെ തന്നെ അവിടുത്തെ വണ്ടികൾ കൊണ്ടും അവിടുത്തെ കെട്ടിടങ്ങൾ കൊണ്ടും അവിടുത്തെ ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പല കെട്ടിടങ്ങളും കണ്ടു കഴിഞ്ഞാൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിരിക്കുകയാണോ എന്നൊക്കെ നമുക്ക് തോന്നുമെന്നുണ്ടെങ്കിലും എനിക്കറിയില്ല കേട്ടോ അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്നുള്ളത്. ഞാൻ ഇവിടെ നിന്ന് ഈ സ്ട്രീറ്റിൻ്റെ വിഷ്വൽസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പോകുന്ന പച്ച ടീഷർട്ട് ഇട്ട ചേട്ടൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ കാണിച്ചിട്ട് പോയി. അതായത് മേളിൽ നിന്ന് സാധനം അടർന്ന് തലേ വീഴുന്നു, അതുകൊണ്ട് മാറി നിൽക്കാൻ. ശരിയാട്ടോ, ഇത് കെട്ടിടം അണ്ടർ മെയിൻ്റനൻസോ മറ്റോ ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും വ്ളോഗേഴ്സ് ഉണ്ട്. നമ്മളെല്ലാ വ്ളോഗേഴ്സും കൂടെ ചേർന്ന് വാക്കിംഗ് ടൂറിന് ഇറങ്ങിയിരിക്കുകയാണ് എല്ലാവരും കൂടെ. കാരണം ബാക്കിയുള്ള ആൾക്കാർ റം ഫാക്ടറി എന്തോ കാണാൻ വേണ്ടി പോയി. നമ്മൾ പറഞ്ഞു നമുക്ക് റം ഫാക്ടറി കാണണ്ട, റമ്മിൻ്റെ സംഭവം നമുക്ക് കാണണ്ട, നമുക്ക് സിറ്റി കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇവിടെ കുറേ ആൾക്കാർ രാവിലെ വന്ന ക്യൂ നിൽപ്പുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല, ഇതെന്നാ സംബന്ധം മനസ്സിലാകുന്നില്ല. എന്തോ ഇവരുടെ ഒരു സ്ഥാപനമാണ്. മെർക്കാഡോ സാൻ ഇഗ്നേഷ്യോ എന്നാണ് എഴുതിയിരിക്കുന്നത്. ചിലപ്പോൾ ഇവരുടെ ഓഫീസോ ബാങ്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. കാരണം ഇവിടുത്തെ ആൾക്കാർ ഈ ബാങ്കിൻ്റെ മുമ്പിൽ ഭയങ്കരമായിട്ട് പോയി ക്യൂ നിൽക്കും. കാരണം ഇവർക്ക് ഒരു ദിവസം കിട്ടുന്ന പൈസയ്ക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇവിടെ മൊത്തം ലിമിറ്റഡാണ്. ഇവർക്ക് ഒരു ദിവസം ഇത്ര രൂപ കിട്ടുള്ളൂ ബാങ്കിൽ നിന്ന്. ATM നമ്മൾ അത്ര എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ബാങ്കുകളുടെയൊക്കെ മുമ്പിൽ ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ നമുക്കിവിടെ പഴയ ബിൽഡിങ്ങുകൾക്ക് ഇടയിൽ ഇതൊരു ഹോട്ടൽ എന്തോ ആണ്. ഇതൊരു ഹോട്ടല്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് വീണ്ടും ടൂറിസ്റ്റിക് ഏരിയകൾ വന്നു തുടങ്ങി. നമുക്ക് കോഫി ഷോപ്പുകളും പിന്നെ പിസ്സ വിൽക്കുന്ന സ്ഥലങ്ങളും
പിന്നെ റെസ്റ്റോറൻറ്റുകളും അങ്ങനെയുള്ള പല സംഭവങ്ങളും ഈ പഴയ കെട്ടിടങ്ങൾക്ക് താഴെ വന്നു തുടങ്ങി. അതായത് ഇവരുടെ ഈ ഒരു സംഭവങ്ങൾ ഇവർ ടൂറിസം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അവരത് ഓവർകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ഓരോ ഡ്രോബാക്കുകളും. അതായത് ആ ഒരു രാജ്യം ശരിക്കും പറഞ്ഞുണ്ടല്ലോ, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ ഇത്രയും പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ആളുകൾക്കുണ്ടെങ്കിലും ഇവരാരുടെ മുമ്പിൽ പോയി ഇരക്കുന്നില്ലല്ലോ. അതായത് ഇവരാരുടെ മുമ്പിൽ പോയി കൈ നീട്ടുന്നില്ല, ഇവരാരെയും കൊള്ളടിക്കാൻ പോകുന്നില്ല. കമ്പയർ ടു അതർ കരീബിയൻ കൺട്രീസ് ഇവിടെ പിടിച്ചുപറിയും മോഷണം വളരെ കുറവാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ ക്രൈം റേറ്റ് വളരെ കുറവാണ് ആ കാര്യത്തിൽ. അതുകൊണ്ട് ടൂറിസ്റ്റുകൾക്ക് ഇവിടെ സേഫായിട്ട് വരാമെന്നാണ് ഗവൺമെൻറ് പറയുന്നതും ഞാൻ വായിച്ച് മനസ്സിലാക്കിയതൊക്കെ. ഈവൻ ഞങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾ തന്നെ ഇപ്പോൾ ഇവിടെ സേഫായിട്ടൊരു ബുദ്ധിമുട്ടില്ലാതെ നടക്കുന്നു. ഇതുവരെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പോൾ അത് ഇവരുടെ ഒരു സംഭവം കേട്ടോ. സാധാരണ ഈ ദാരിദ്ര്യം വരുന്ന രാജ്യങ്ങളിലൊക്കെ ഈ പിടിച്ചുപറിയും മോഷണമൊക്കെ കൂടുന്നതാണ്. ബട്ട് ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ പറ്റിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും മേ ബി, പക്ഷേ അങ്ങനത്തെ വേറൊരു സംഭവങ്ങളും എനിക്ക് ഫീൽ ചെയ്തില്ല. അത് ഈ പറഞ്ഞ പോലെ അവരുടെ ആ ഒരു ആഢ്യത്വത്തിൻ്റെ എന്തേലും പറയുന്ന ഒരുപാട് ഒരു ഇതുണ്ടല്ലോ, അത് കാരണം തന്നെ എന്തൊക്കെ പറഞ്ഞത്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഓൾഡ് ടൗൺ സ്ക്വയറിലാണ്. ഓൾഡ് ടൗൺ സ്ക്വയറിൻ്റെ നടുക്ക് ഒരു കോഴി, ആ കോഴിയുടെ മുകളിൽ തുണിയില്ലാതെ ഇരിക്കുന്ന ഫോർക്കും പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു സ്ത്രീയുടെ ഒരു പ്രതിമ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതെന്തിനു ഡിനോട്ട് ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടില്ല, പക്ഷേ അത് ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രതിമ. അതെന്തിനാണ് ഫോർക്കും പിടിച്ചുകൊണ്ട് ആ പ്രതിമ അത് ചെയ്യാം, ആ മനുഷ്യ സ്ത്രീ തുണിയില്ലാതെ ആ കോഴിയുടെ മേളിലിരിക്കുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. നമ്മളിപ്പോൾ അതിരാവിലെയാണ് വന്നിരിക്കുന്നത്. രാവിലെ ഒരു 9 മണി സമയം ആയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണർന്നു വരുന്നതേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ മുമ്പിൽ നമുക്ക് സ്കൂളുകളൊക്കെ കാണാതെ കുഞ്ഞിക്കുട്ടികൾ കളിക്കുന്നത് കണ്ടോ. നമുക്ക് വിദ്യാഭ്യാസം ഫ്രീ ആണ് ഇവിടെ. പിന്നെ മെഡിക്കൽ സംഭവങ്ങളൊക്കെ ഇവിടുത്തെ സിറ്റിസൺസിന് ഫ്രീ ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ ഇവിടെ വളരെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ കമ്പയർഡ് ടു മറ്റ് കൺട്രീസ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതൊക്കെ കൊടുക്കാൻ സാധിക്കുമായിരിക്കും. അവിടെ PT ചെയ്യിക്കുകയാണ്, കണ്ടില്ലേ നോക്ക് ആ കുട്ടികളെ. ഇവിടെ ഫുൾ PT ക്ലാസ് ആണ്. ഇവിടെ ഒരു അധ്യാപകൻ ഇവിടെ കുട്ടികളെ എന്തോ ഒരു സ്പോർട്സ് പഠിപ്പിക്കുകയാണ്. അവരുടെ ടെന്നീസ് ബോളോ മറ്റോ ആണുള്ളത്. അപ്പുറത്ത് അവിടെ പന്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, കാൽപന്ത് തട്ടി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് കുട്ടികളെ. അത് ഭയങ്കര സംഭവമല്ലേ, കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാന്ന് പറയുമ്പോഴത്തേക്കിനും അതും ഒരു അധ്യാപകന്മാർ നിന്നിട്ട് നല്ല കാര്യമല്ലേ. ക്യൂബ ശരിക്കും സോളോ ട്രിപ്പ് ചെയ്യുന്നവർക്ക് പറ്റിയ സ്ഥലമാണ് കേട്ടോ. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ ഹോസ്റ്റൽസും Airbnb ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് വളരെ ചെറിയ പൈസയ്ക്ക് താമസിക്കാം, 500 രൂപ 1000 രൂപയ്ക്കൊക്കെ താമസിക്കാം. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മുറികളൊക്കെ കിട്ടും. പിന്നെ ഇവിടെ നിന്ന് ഹിച്ച് ഹൈക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് ക്യൂബ ഏറ്റവും ബെസ്റ്റ് സ്ഥലം എന്ന് പറയുന്നത്. കാരണം ഹിച്ച് ഹൈക്ക് ചെയ്യണം, പൈസ കൊടുക്കണം. പൈസ കൊടുക്കാതെ ഹിച്ച് ഹൈക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ചെറിയ പൈസ കൊടുത്താൽ മതി. അത് വണ്ടി കിട്ടാന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. നമ്മൾ കണ്ടതല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ ആൾക്കാർ ഒരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലേക്കൊക്കെ പോകാനായിട്ട് എന്താ പറയുക കാത്തു നിൽക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് കാളവണ്ടി ആയിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ കുതിരവണ്ടി ആയിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ ഭാഗ്യമുണ്ട് ബസ് കിട്ടാം, ലോറി കിട്ടാം, കാറ് കിട്ടാം, എന്തും കിട്ടാം. സോ അത് ബെസ്റ്റാണ്. സോ ഹിച്ച് ഹൈക്കിങ് ചെയ്യാൻ താല്പര്യമുള്ളവർ, കുറച്ച് അഡ്വഞ്ചറും അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ക്യൂബ ബെസ്റ്റ് പ്ലേസ് ആണ്. ഞാനിപ്പോൾ ഒരു ടൂറിസ്റ്റായിട്ടാണ് വന്നത്. എനിക്ക് അങ്ങനെ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പോകാൻ ഇപ്പോൾ പറ്റില്ല. പക്ഷേ എപ്പോഴെങ്കിലും ഒരു ദിവസം അങ്ങനെ വന്ന് ട്രാവൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് കം ടു ഗോ ക്യൂബ. What's your name? Janet. Huh? Janet. So Janet is here to take photo with others, and she came to me and she kissed on my cheeks. Oh my God! I got kissed once again. Okay, thank you very much. You look so beautiful in this costume. I'm sorry? Español no habla. No, English. We are from India. Yeah, we are from India. ഞാൻ അവിടെ നിൽക്കായിരുന്നു. ജാനറ്റ് ഓടി വന്നിട്ട് എൻ്റെ മുഖത്ത് ഉമ്മ ഫോട്ടോ എടുക്കാൻ. കാശ് വാങ്ങിച്ചത് വേറെ കാര്യം. അവരുടെ അവർ ആരെയും പറ്റിക്കാൻ നിൽക്കുന്നില്ലല്ലോ. അവർ വന്ന് നമ്മളെ എൻജോയ് ചെയ്യിപ്പിച്ച് ഇങ്ങനെ എന്താ പറയുക, നമ്മളെ ഇങ്ങനെ ടൂറിസ്റ്റുകളെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ശ്വേത, ഞാൻ തുടച്ച് കളഞ്ഞിട്ടുണ്ടേ കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റിൽ കൂടെ നമ്മളിങ്ങനെ വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഒരു സംഭവം ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പണ്ടത്തെ ഒരു അണ്ടർഗ്രൗണ്ട് ടണലോ വോക്ക് വേ എന്തോ ആയിരുന്നു. അതിപ്പോൾ അടച്ചു. ഇതേപോലെ ഇറങ്ങിയിട്ട് അപ്പുറത്ത് ഇത് പൊങ്ങുന്ന സംഭവമുണ്ട്. ഇതുപോലത്തെ ഒരു സാധനമൊക്കെ കാണാം. പിന്നെ ഇവിടെ ഓരോ കടകൾ സ്ഥാപനങ്ങളൊക്കെ തുറന്ന് വരുന്നതേ ഉള്ളൂ. ഇതൊരു റെസ്റ്റോറൻറ്റ് കഫറ്റേരിയ ആണ്. പിന്നെ ഇതുപോലെയുള്ള പഴയ ബിൽഡിങ്ങുകളാണ്. ഇതൊരു പള്ളിയായിരുന്നു തോന്നുന്നു. മേളിൽ കുരിശ് നമുക്ക് കാണാൻ സാധിക്കും. സോ ഐ തിങ്ക് ദിസ് വാസ് എ ചർച്ച്. വണ്ടികൾ പോകാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനം എന്താണെന്ന് നോക്കിയേ. ഇത് നമ്മുടെ പീരങ്കി കണ്ടോ, പീരങ്കി. ഇവിടെ ഒരു ഫോർട്ടുണ്ട് ഈ ഒരു ഹവാന നഗരത്തിൽ. അവിടുത്തെ ആ ഒരു ഫോർട്ടിൽ ശരിക്കും നമുക്ക് പീരങ്കി വിടുന്ന ഒരു ചടങ്ങുണ്ട് എല്ലാ ദിവസവും വൈകിട്ട് 9 മണിക്ക്. കഴിഞ്ഞ ദിവസം കൊണ്ടായിരുന്നു, ഞാൻ പോയില്ല. മൊത്തം സ്പാനിഷിലാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഫോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവർ വൈകിട്ട് അതിവിടുത്തെ പട്ടാളം നടത്തുന്നൊരു ചടങ്ങാണ്. പീരങ്കി വിക്ഷേപിക്കും.
നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബെരങ്ങി വിക്ഷേപിക്കുന്നത്? കാനിയോൺ ഷോ അതവിടെ ഉണ്ട്. പക്ഷേ രാത്രിയല്ല, നമുക്ക് മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല. ഒരു ചിത്രകാരൻ ഇവിടെ ഇരുന്ന് വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവര് നല്ല ആർട്ടിസ്റ്റുകളാണ് കേട്ടോ. നല്ല ഇങ്ങനെ ആർട്ടിസ്റ്റ് ആവാതിരിക്കും. ഭയങ്കര കലാകാരന്മാരാണ്, ഒരു രക്ഷയില്ലാത്ത ആൾക്കാരാണ്. നല്ല മനോഹരമായിട്ട് ചിത്രങ്ങൾ വരയ്ക്കും, പിന്നെ പാട്ട് പാടും. അവർക്ക് ചെയ്യാൻ പറ്റുന്ന പല സംഭവങ്ങളും അവർ ചെയ്യും. You are really good, like good pictures. Pencil color paintings ആണ്. What's your name? Johnny. Nice meeting you, Johnny. അയ്യോ, ഇവിടെ 2 മണി. ആ മണീൻ്റെ ഇടയ്ക്ക് ഒരു മണിച്ചേട്ടൻ കിടന്ന് ഉറങ്ങുന്നു. അപ്പോൾ എൻ്റെ പൊന്നു, ഇത് മറ്റേ കുറച്ച് സാധനം കേട്ടോ. ഇത് കൊണ്ടു ഇതാ പള്ളിയുടെയാ. സാൻ ഫ്രാൻസിസ്കോ ഡി അസിസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അയ്യോ, കഥകൊക്കെ നോക്കിയേ, എന്താ തടിയും നോക്ക്. ഇതാ പള്ളിയുടെ എൻട്രൻസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് മ്യൂസിയമാണ്, സാൻ ഫ്രാൻസിസ്കോ ഡി അസിസ്. ഇതിപ്പം മ്യൂസിയോ ഡി ആർട്ടെ സക്രോ എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. ഇത് കണ്ടാൽ മ്യൂസിയം ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. സ്പാനിഷ് പഠിക്കേണ്ടിയിരിക്കുന്നു. സ്പാനിഷ് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സുഖം കേട്ടോ. ഇവിടെ എത്ര രാജ്യങ്ങളിലാണ് സ്പാനിഷ്? കരീബിയൻ കൺട്രീസൊക്കെ ഓൾമോസ്റ്റ് എല്ലാ രാജ്യത്തും സ്പാനിഷ് ഭാഷയല്ല സംസാരിക്കുന്നത്. അപ്പോൾ ഈ ചേട്ടൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈ യു ടേക്കിംഗ് ഫോട്ടോ വിത്ത് ഹിം? Google it, no? He's not Che Guevara. ഇവിടെ നമുക്ക് ഒരു പ്രതിമ നമുക്ക് കാണാൻ സാധിക്കും. ഇതാ പള്ളിയുടെ മുൻവശമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടെർമിനൽ സെറ മെസ്ട്ര എന്നും പറഞ്ഞുകൊണ്ട്, ഇത് ആക്ച്വലി ഇതിൻ്റെ അപ്പുറത്ത് കപ്പലുകളൊക്കെ വരുന്ന തുറമുഖമാണ്. ആ കപ്പലുകൾ വരുന്നതും പിന്നെ ഇത് ബോട്ട് ടെർമിനലാണ്. ഇവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് ബോട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ബോട്ട് ടെർമിനലാണ് കാണുന്നത്. പിന്നെ മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങൾ കാണാം. ഈ ഭാഗത്തേക്കൊക്കെ വന്നപ്പോഴത്തേക്കിനും നല്ല ചാമുണ്ട്. പക്ഷേ ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. അതിൻ്റെ മുമ്പിലായിട്ടൊരു ഫൗണ്ടൻ നമുക്ക് കാണാൻ സാധിക്കും. കൊള്ളാം അല്ലേ സംഭവം? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ഭാഗം നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ ഓൾഡ് ഹവാന എന്ന് പറയുന്നത് സംതിങ് ഡിഫറെൻ്റ് ആണ്. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞങ്ങളിങ്ങനെ വന്നപ്പോഴത്തേക്കിനും ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. ഇതിൻ്റെ മുമ്പിൽ കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നു. സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹിയർ. Hello. What is here? Do you speak English? English? No. What is here? Okay. Did you come to know what is here? People are waiting for interview or something? എനിക്ക് തോന്നുന്നു ഇവരെന്തോ ഇൻ്റർവ്യൂവിനോ എന്തോ വെയിറ്റ് ചെയ്യുന്നത്. എല്ലാവരെയും എന്തോ ഫയലും പറ്റുമൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ VFS പോലെ എന്തെങ്കിലും ഐ തിങ്ക് ഇറ്റ് മൈറ്റ് ബി സംതിങ് ലൈക്ക് VFS. ബിക്കോസ് വി യൂസ്ഡ് ടു സ്റ്റാൻഡ് ലൈക്ക് ദിസ് ഇൻ ഫ്രണ്ട് ഓഫ് VFS. അതേപോലത്തെ എന്താ സംഭവമാണ്. ഇതെന്താ ഇത്? ഒരു ആണും പെണ്ണും ഇരുന്ന് സംസാരിക്കുന്ന ഒരു പ്രതിമ. അത് കൊള്ളാം അല്ലേ? ഒരു ഡിഫറൻറ്റ് സാധനം. നമ്മളെപ്പോലെ വേറെ ഒത്തിരി ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. ഞാൻ ഈ ചേട്ടൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കാം. ഹായ്, ഹൗ മച്ച് ഈസ് ഇറ്റ്? ഹൗ മച്ച്? 200. ഓക്കെ. ഗിവ് മീ വൺ. താങ്ക് യു. അപ്പോൾ ഈ ചേട്ടൻ എന്ന് ഞാൻ ബനാന ചിപ്സ് വാങ്ങിച്ചു കഴിച്ചു. ഞാൻ ഇന്നൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അയ്യോ, കുതിര നിനക്ക് തരാനില്ല എൻ്റെ കയ്യിൽ. ഞാനിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലായിരുന്നു, ലേറ്റ് ആയിരുന്നു. വരുൺ, ഐ ഹാവ് ഗോട്ട് സം ബനാന ചിപ്സ് ഫോർ യു. ക്യൂബൻ. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് ഈ ഹവാന ക്ലബ് എന്ന് പറഞ്ഞ റമ്മ് ഉണ്ടാക്കുന്ന അവരുടെ ആ ഒരു ഡിസ്റ്റിലറി ആൻഡ് ഫാക്ടറി അല്ലല്ലോ, ഡിസ്റ്റിലറി. ആ ഡിസ്റ്റിലറിയിലാണ്. അപ്പോൾ കുറേ ആൾക്കാർ ഇതിനകത്ത് ടൂറിന് മറ്റൊക്കെ പോയേക്കുമായിരുന്നു. റമ്മുണ്ടാക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു, ക്യാസ്ക് ആണെന്ന് തോന്നുന്നു ഈ സാധനം കണ്ടിട്ട്. യെസ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. എനിക്കിതിപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് കയറിയില്ല. ലൈക്ക് ടൂറിന് പോയില്ല നമ്മൾ. അതല്ല നമ്മളെ ഫൺ തിങ്. ആ ഒരു സിറ്റി, ഓൾഡ് സിറ്റി കുറച്ച് നമ്മൾ കറങ്ങിയില്ല ആ സമയത്ത്. ഇവിടെ ഹവാന ക്ലബിൻ്റെ സാധനമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കാം. ഇവിടെ ഒരു ബാർ കൗണ്ടർ ഉണ്ട്, പിന്നെ കുപ്പിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഇതൊരു കരിമ്പിൻ ജ്യൂസിൻ്റെ മെഷീൻ ഇവിടുത്തെ. Is this orange juice? No, sugar cane. Oh, sugar cane with rum. that is guanabana, rola susu. ഷുഗർ കെയിൻ ജ്യൂസിനകത്ത് റം ഒഴിച്ച് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇത് ഇവിടെ കിട്ടും സാധനം, ഷുഗർ കെയിൻ ജ്യൂസ് വിത്ത് റം. അടിപൊളി. ഞാൻ ഷുഗർ കെയിൻ കഴിക്കുന്നില്ല, എനിക്ക് വേണ്ട. ഹവാനയിലെ പോർട്ട് ഏരിയ ആണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ആ ഒരു പോർട്ടും പിന്നെ ബോട്ട് ജെട്ടി അങ്ങനത്തെ കുറേ സ്ഥലങ്ങളൊക്കെയാണിത്. നമുക്ക് അതൊരു ക്രെയിനുകളും മറ്റുമൊക്കെ അപ്പുറത്ത് ഇതിൻ്റെ ഭാഗത്ത് കാണാൻ സാധിക്കും. ഇവിടുത്തെ ഒരു പോലീസുകാരിയെ കണ്ടോ? ആ പോലീസുകാരിയുടെ ബൈക്കാണ് ആയിരിക്കുന്നത്. ഞങ്ങൾ സിഗാർ ഫാക്ടറി ടൂറാണ് ഇപ്പോൾ അവർ പോകുന്നത്. ഞാൻ സിഗാർ ഫാക്ടറി ടൂറിന് പോകുന്നില്ല. അപ്പോൾ ഞങ്ങൾ നടക്കാൻ പോകാൻ വിചാരിച്ചു വീണ്ടും. What do you want me to do? A photo with the cars? Both the cars?
Which one you want, red or pink? Pink and main pink and I'll go with red. ഓക്കെ. എനിക്കിവിടുത്തെ ഈ റോഡിലൂടെ നടക്കുമ്പോൾ ഇവിടുത്തെ ഈ കാറുകൾ കണ്ടിട്ട് ശരിക്കും എനിക്ക് കൊതിയാവുന്നു. എമ്മാതിരി കാറുകളാണെന്നറിയാമോ. എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഇത്രയധികം വിൻറ്റേജ് കാറുകളുള്ള ഒരു സ്ഥലം വേറെ ഉണ്ടാവില്ല. ഇത് നമുക്ക് ടാക്സി ആയിട്ട് എടുത്ത് കറങ്ങാൻ പോകാൻ പറ്റിയ വണ്ടികളാണ് ഇതൊക്കെ. നമ്മളൊരു എന്തായാലും ടാക്സി എടുത്ത് ഈ വണ്ടി എടുത്ത് നമ്മൾ കറങ്ങും. സോ സ്റ്റേ ട്യൂൺ ഗൈസ് ഫോർ ദാറ്റ് വീഡിയോ. ഇറ്റ് വിൽ ബി ഫണ്ണോ. അടിപൊളിയായിരിക്കില്ലേ? ഈ ഒരു കാറ് കണ്ടോ, പിങ്ക് കളറിലെ വണ്ടി. എന്താ അല്ലേ വണ്ടികൾ, വണ്ടിപ്രാന്തന്മാരായിട്ടുള്ള വിൻറ്റേജ് കാർ വണ്ടിപ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ ക്യൂബയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള നയനാനന്ദകരമായിട്ടുള്ള വിഷ്വൽസ് നിങ്ങൾക്ക് കിട്ടും. ഓ, എന്ത് നീളാന്ന് നോക്കാം വണ്ടിക്ക്. എന്താ ഇത്? മെർക്കുറി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുമ്പിൽ സാധനം കണ്ടോ നോക്ക്. അതിൻ്റെ മുമ്പിൽ ഒരു 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 കിളി പോലെ എന്തോ, വിമാനവും കിളിയോ പറക്കുന്ന പോലത്തെ സംഭവങ്ങളോ എന്തൊക്കെയോ. മുട്ടയും കൊണ്ട് പോകുന്ന ചേട്ടൻ. ഹായ്, ഹവയോ? യാ, നമ്മളിപ്പോൾ സെൻട്രൽ ഹവാനയിലാണുള്ളത്. നേരത്തെ നമ്മൾ ഓൾഡ് ഹവാനയിലായിരുന്നു. ഓൾഡ് ഹവാനയിൽ നമ്മൾ സെൻട്രൽ ഹവാനയിലേക്ക് വന്നു. ഇതൊക്കെ ഒരു 19th സെഞ്ച്വറി ബിൽഡിങ്ങുകളാണെല്ലാം. ഇവിടെ എല്ലാം അത്ര വലിയ പഴക്കമുള്ള ബിൽഡിങ്സ് അല്ല. അതായത് ഓൾഡ് ഹവാനയാണെങ്കിൽ പോലും നമുക്ക് അത്ര പഴക്കമുള്ള ബിൽഡിങ്ങുകളല്ല. ഇതൊക്കെ ഒരു 19th സെഞ്ച്വറി പിന്നെ 18th സെഞ്ച്വറി അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ നമ്മൾ UK പോകുന്നപ്പോൾ കാണുന്ന പോലെയുള്ള 500, 600, 1000 വർഷം പഴക്കമുള്ള ബിൽഡിങ്സ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഉണ്ടാവാം, തോട്ടങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഒരു ബാർബർ ഷോപ്പ് ഉണ്ടോ നോക്ക്. 200 പെസോ ആണ് മുടി വെട്ടാനായിട്ട് കൊടുക്കേണ്ടത്. അതായത് നമ്മുടെ 80 രൂപ ഒരു ബാർബർ ഷോപ്പ്. പിന്നെ ഇവിടെ ഒരു തിയേറ്റർ എന്തോ ഒരു സംഭവം ഉണ്ട്. സംതിങ് ഈസ് ഗോയിങ് ഓൺ. ഇവിടെ എന്താ ഇത് പ്രാക്ടീസ് ചെയ്യുക എന്തോ സംഭവം. ഇതിനകത്ത് എന്തോ ഉണ്ട്, പോയി നോക്കാം. ഓ വാവ്, അടിപൊളി. ഇതാണ് ഇവിടുത്തെ തിയേറ്റർ കണ്ടോ. ഒരു പ്രാക്ടീസ് ചെയ്യാണ് ഇവിടെ. ഇത് ഫ്രാങ്കോ ഐക്യാന മ്യൂസിക് എന്നാ അവര് പറഞ്ഞത്. ഫ്രാങ്കോ ഇറ്റിയാനോ ക്യൂബൻ മ്യൂസിക് എന്നാണ് എന്നോട് അകത്ത് നിന്നൊരു ചേട്ടൻ പറഞ്ഞത്. ഞാൻ ചോദിച്ചപ്പോഴത്തേക്കിനും അപ്പോൾ അവർ വന്ന് ഞാൻ അകത്തോട്ട് വന്നപ്പോഴത്തേക്കിനും വന്ന് എന്നോട് സംസാരിച്ച് നിങ്ങൾ വീഡിയോ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് തൊപ്പിയൊക്കെ ഇങ്ങനെ കാണിച്ച് ഞാൻ ഒരു 1000 പെസോ എടുത്ത് കൊടുത്ത് എന്നിട്ട് അവിടെ കുറേ വീഡിയോ എടുത്ത്. അങ്ങനെയാണ് ശരിക്കും നമുക്ക് വീഡിയോ എടുക്കണം. അപ്പം നമുക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ ടിപ്പ് കൊടുക്കുകയാണെങ്കിൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇനി പറ്റും പറയത്തൊന്നുമില്ല, പക്ഷെ എന്നാലും കിട്ടോ. അപ്പോൾ ഫ്രാങ്കോ ഇറ്റിയാനോ മ്യൂസിക്. ഈ ഒരു കട കണ്ടോ, ഇത് ഒരു ഫോട്ടോസ്റ്റാറ്റ് കട, ഇൻ്റർനെറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന കടയാണ്. ലാമിനേഷൻ അങ്ങനെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ കുറേ മൂവി പോസ്റ്റേഴ്സ് കണ്ടു. അപ്പോൾ ഞാൻ നോക്കിയത് എന്താണ്, സിനിമ തിയേറ്ററോ അങ്ങനെ വല്ലതും ആണോ. കുറേ മൂവിയുടെ പോസ്റ്റേഴ്സ് കണ്ടു. അപ്പോൾ ഇവിടെ ഇരുന്ന് ചേച്ചിയോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് 10 പെസോ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് പെൻ ഡ്രൈവിൽ ആ മൂവി കോപ്പി ചെയ്ത് തരും. അതാണ് സംഭവം. ആ കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. 10 പെസോ എന്ന് പറഞ്ഞാൽ $1 പോലും ഇല്ല. എനിക്ക് തോന്നുന്നു ഒരു 10 രൂപയോ 20 രൂപ ആ റേഞ്ചിലെങ്ങാണ്ടേ ഉള്ളൂ. 10 പെസോ എന്ന് പറഞ്ഞാൽ 10 രൂപ പോലും വരുന്നില്ല, 5 രൂപയൊക്കെ വരുള്ളൂ. നമുക്ക് സിനിമ പെൻഡ്രൈവിൽ കോപ്പി ചെയ്ത് തരും. അതാണ് ഈ കടയിൽ നടക്കുന്നത്. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ലേ പണ്ട് വ്യാജ CD അടിച്ചു കൊടുക്കുന്ന പരിപാടി? ഏത് മറ്റേ CD കോപ്പി ചെയ്ത് റൈറ്റ് ചെയ്ത് കൊടുക്കത്തില്ലായിരുന്നു സിനിമയൊക്കെ. അതന്നെ സംഭവം. ഇവരിപ്പോഴും ആ കാലഘട്ടത്തിലാണേ ഉള്ളൂ. കാരണം ഇവിടെ ഇൻ്റർനെറ്റ് ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ. ഇൻ്റർനെറ്റ് ഇപ്പോൾ എല്ലാവർക്കും എല്ലായിടത്തും ഒന്നും ഇല്ലതാണ്. വളരെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇൻ്റർനെറ്റ് പല സ്ഥലത്തും ഉള്ളൂ. പബ്ലിക് വൈഫൈ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം മേ ബി, എനിക്കറിയില്ല. പിന്നെ സിനിമ തിയേറ്ററൊക്കെ വളരെ കുറവായിരിക്കാം. ഒരു ബസ് പോയാട്ടോ, ഇത് തിരക്കാൻ നോക്ക്. നമ്മളിപ്പോൾ കയറി ഇറങ്ങിയില്ലേ ഒരു തിയേറ്റർ, ഇതാണ് ആ തിയേറ്റർ. നമ്മുടെയൊക്കെ നാട്ടിലെ ഒരു പഴഞ്ചൻ തിയേറ്റർ പോലെ സംഭവം. ഇവിടെ സിനിമാ തിയേറ്ററിനെക്കാട്ടി കൂടുതൽ ഇതുപോലത്തെ ഡ്രാമകൾ നടക്കുന്ന തിയേറ്റേഴ്സ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ക്യൂബൻ ഡ്രാമാസ് രസമായിരിക്കുന്നില്ലേ? ഈ ഭാഗത്ത് നിറയെ സിഗാർ ഫാക്ടറികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനകത്ത് തന്നെ ടൂറിസ്റ്റുകൾക്ക് വന്ന് കാണാൻ പറ്റുന്ന സിഗാർ ഫാക്ടറികൾ ഉണ്ടല്ലാത്തതുകൊണ്ട്. ഇത് 1914 നിർമ്മിച്ചൊരു ബിൽഡിംഗ് ആണ്. അതിൻ്റെ മേളിൽ 1914 എഴുതി വെച്ചിട്ടുണ്ട്. എംപ്രസാഡി ടുബാക്കോ ടൊർക്കിഡോ എന്ന് പറഞ്ഞിട്ട് ഹോസ്മാർട്ടി എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ടുബാക്കോ ഫാക്ടറിയാണ് ഇതിനകത്ത്. ഇവിടുത്തെ ടുബാക്കോ ഫാക്ടറിയും പിന്നെ ടുബാക്കോ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളും എല്ലാം ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ തന്നെയാണ്. ഇതെന്താണെന്നറിയാമോ ഗൈസ്, നമ്മുടെ നാട്ടിൽ പണ്ട് തടിപ്പോസ്റ്റ് ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ അതൊക്കെ മാറ്റി തടിപ്പോസ്റ്റാണ് കേട്ടോ. തടിപ്പോസ്റ്റ് ഇവിടെ ഇപ്പോഴും തടിപ്പോസ്റ്റുകളുണ്ട് ഇഷ്ടംപോലെ. അതാണ് സംഭവം. ഈ രാജ്യം ഇപ്പോഴും തടിപ്പോസ്റ്റിൻ്റെ കാലഘട്ടത്തിലാണ്.
അതൊക്കെ മാറി പുതിയതൊക്കെ വരണം. ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചല്ല, നമുക്ക് ഗൈഡ് പറഞ്ഞൊരു കാര്യമാണ്. ഇവിടെയുള്ള എല്ലാ കെട്ടിടങ്ങൾക്കും, അതായത് ഇപ്പുറത്തെ സൈഡിലാണെങ്കിലും അപ്പുറത്തെ സൈഡിലാണെങ്കിലും എല്ലാ കെട്ടിടങ്ങൾക്കും ഇതുപോലെ സ്ഥലങ്ങളുണ്ടാവും. ഇത് ആക്ച്വലി നമുക്കുള്ള ഫുട്പാത്താണ്, നമുക്ക് നടന്നു പോകാനുള്ള വഴിയാണ്, ആളുകൾക്ക് നടന്നു പോകാൻ വേണ്ടിയുള്ള വഴിയാണ്. അതായത് മഴയും വെയിലും അടിക്കാതെ ആളുകൾക്ക് നിരത്തിലൂടെ നടന്നു പോകത്തക്ക രീതിയിലാണ് ഇവിടെയുള്ള കെട്ടിടങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ കാണാൻ സാധിക്കും. ഇതേ സംഭവങ്ങൾ നമുക്ക് റഷ്യയിൽ ചില സ്ഥലങ്ങളിൽ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. അവിടെ അത്രയും മഞ്ഞുള്ള സ്ഥലമാണെങ്കിൽ പോലും ഇതേ സംഭവങ്ങൾ നമുക്ക് സിംഗപ്പൂർ കാണാൻ സാധിച്ചിട്ടുണ്ട്, ഇതുപോലെയുള്ള കെട്ടിടങ്ങൾ. പിന്നെ നമ്മുടെ ഡൽഹിയിലുണ്ട് ഇതുപോലുള്ള സ്ഥലങ്ങൾ. പക്ഷേ അവിടെയൊക്കെ നിരത്തുകളിൽ നടക്കാൻ പറ്റാത്ത രീതിയിൽ കച്ചവടമായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല. ഇവിടെ നമുക്ക് നിരത്തുകളിൽ ഇതിനകത്തൂടെ ആളുകൾക്ക് നടക്കാൻ പറ്റും ഈസി ആയിട്ട്. ഇതൊക്കെ ഇവിടുത്തെ ആളുകൾ താമസിക്കുന്ന വീടുകളാണ്. എല്ലായിടത്തും ഉള്ള പോലെ തന്നെ താഴെയൊക്കെ കച്ചവട സ്ഥാപനങ്ങളിലും മുകൾ ഭാഗത്ത് ഫ്ലാറ്റുകൾ പോലെയുമൊക്കെയാണ്. ഇതെല്ലാം ഗവൺമെൻറ് നിർമ്മിച്ച് നൽകുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതൊരു പോളിടെക്നിക്കാണ്, സെൻട്രോ പോളിടെക്നിക്കോ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാനത് പോളിടെക്നിക് ആണെന്നങ്ങ് വ്യാഖ്യാനിക്കുകയാണ്. എനിക്ക് സ്പാനിഷ് ഭാഷ അറിയില്ല. അങ്ങനെ അത് തന്നെ, അകത്ത് പിള്ളേരൊക്കെ ഉണ്ട്, യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കുന്നു. ക്ലാസ് റൂംസ് ആണ് ഇത്, കണ്ട. യെസ്. അപ്പോൾ ഇത് ഒരു പഴയ കെട്ടിടമാണ്. ഇത് എങ്ങനെയാണെങ്കിലും 18th century ഒക്കെ ആയിരിക്കണം. കണ്ടിട്ട് നല്ല പഴക്കം തോന്നുന്നു. കരിങ്കല്ല് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പഴയ ബിൽഡിംഗ്, ആൻഡ് ദാറ്റ് ഈസ് എ പോളിടെക്നിക്. ഇത് ഒരു റെസ്റ്റോറൻ്റ് ആണോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഫി ഷോപ്പ്, അങ്ങനത്തെ സാധനമാണ്. ഒരു കോഫി ഷോപ്പാണ്. ഇവിടെ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. സിഗാറുണ്ട്, പിന്നെ ഇത് എംറ്റി ആണ്, പിന്നെ കുറച്ച് വെള്ളമുണ്ട്, ബിയറുണ്ട്, അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ കാണുന്നത് ഹയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, അതായത് ഒരു, എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ ഫാഷൻ ഡിസൈനിങ് എന്നൊക്കെ പറയത്തില്ല നമ്മൾ, അതുപോലത്തെ ഒരു കോളേജാണെന്ന് തോന്നുന്നു. ഫാഷൻ ഡിസൈനിങ് കോളേജ് ഇവിടെ. അടിപൊളി. ഇത് ട്രാൻസ് ടൂറിൻ്റെ മറ്റൊരു ബസ് പോകുന്നു. അതിൻ്റെ മുമ്പിലായിട്ട് ഇവിടെ ഒരു പാർക്ക് കാണാൻ സാധിക്കും. പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആളുകൾക്ക് വന്നിങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ സ്ഥലം. അവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട്. ബസ് സ്റ്റോപ്പാണ്. ബസ് സ്റ്റോപ്പിൽ ആൾക്കാർ ബസ് കാത്തിരിക്കുന്നു. ഇവിടെ മറ്റേ MLA-യുടെ MP-യുടെ പ്രാദേശിക ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച ബസ് സ്റ്റോപ്പാണോ, എത്ര ലക്ഷം രൂപ മുടക്കി, എത്ര കോടി രൂപ മുടക്കി എന്നൊന്നും എഴുതി വെച്ചിട്ടില്ല കേട്ടോ. അങ്ങനത്തെ ബോർഡൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഇത്രയും നേരം ഈ നിരത്തുകളിൽ കൂടെ നടക്കുകയാണ്. നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥാപനത്തിന് മുമ്പിൽ, ഇത് നമ്മളിപ്പോൾ പോയ ബീഡി ഫാക്ടറിയും പിന്നെ സിഗാർ ഫാക്ടറി എല്ലാം ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ്. ഏതിൻ്റെയെങ്കിലും മുമ്പിൽ നിങ്ങളൊരു കൊടി കണ്ടോ? ഏതിൻ്റെയെങ്കിലും മുമ്പിൽ എന്തെങ്കിലും പോസ്റ്ററുകൾ കണ്ടോ? ഈ സംഭവം അല്ലെങ്കിൽ ഇവിടുത്തെ ചെകുവേരം ബാക്കിയുള്ളതോ അല്ലാതെ പാർട്ടി പോസ്റ്ററുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കൊടി തോരണങ്ങളോ ഒക്കെ എന്തെങ്കിലും ഒരു സംഭവം കണ്ടോ? ഇല്ലല്ലോ. അതാണ് ക്യൂബ. ഇവിടെ മൊത്തം കൊടികളായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ചെങ്കൊടി പോലും ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടില്ല. എന്താണ് ഈ കാണാത്തത് എനിക്കറിയില്ല. ഞാനത് നോക്കി, അത് കാണുകയാണെങ്കിൽ അത് ഫോട്ടോ ഒക്കെ എടുക്കണം കരുതിയാണ് വന്നത്, പക്ഷെ ഞാൻ കണ്ടില്ല. ഇവിടെ ഒരു ഇറച്ചി കട, അതിൻ്റെ മുമ്പിൽ ഇഷ്ടംപോലെ പന്നി തൂക്കിയിട്ടുണ്ട്. പന്നിയാണ് ഇവരുടെ മെയിൻ ഭക്ഷണം കേട്ടോ. പന്നി, പലതരത്തിലുള്ള പന്നിയുടെ എല്ലാ സാധനങ്ങളും കിട്ടും കഴിച്ച് ഇവിടെ. പിന്നെ കരിമ്പിൻ ജ്യൂസ് കിട്ടും. പന്നി വിൽക്കുന്ന കൂട്ടത്തിൽ കരിമ്പിൻ ജ്യൂസ് ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ ബിയർ, പിന്നെ പലതരത്തിലുള്ള ജ്യൂസ്, ഡ്രിങ്കുകൾ, ചോക്ലേറ്റ്, അങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടും. ഇത് എന്താ സംഭവം? ഇതെന്തോ ഒരു സുവനീർ ഷോപ്പോ എന്തോ ഒരു സാധനമൊക്കെയാണ്. ഓ ഗൈസ്, ഇതൊരു ജിമ്മാണ് ഗൈസ്. നോക്കൂ, ആ ജിമ്മിൻ്റെ മുമ്പിൽ ആൾക്കാരുടെ ഫോട്ടോ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? മാൻഡീസ് ജിം. ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കുറേ ജിമ്മന്മാരുടെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ആകാം എന്നാണ് ഇവർ പറയുന്നത്. നാളെ നോക്കിയോ, ഒരു ദിവസം ഞാനും ഇതുപോലെയൊക്കെ ആവും. ചെറിയ ചെറിയ കടകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതേപോലെ ഇവിടെ ഇങ്ങനെ ഓരോന്ന് വെച്ച് വിൽക്കുന്ന ആൾക്കാർ, വീടിൻ്റെയൊക്കെ മുമ്പിൽ ചെറിയ ചെറിയ കച്ചവടങ്ങൾ, അങ്ങനെയൊക്കെ തന്നെ ഉണ്ട് ഇവിടെ. ഇത് ഇവിടുത്തെ ഒരു സ്കൂളാണ്. നോക്കി, മുനിസിപ്പിയോടെ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഒരു സ്കൂളാണ്. അത് കുഞ്ഞു പിള്ളേർ ഇറങ്ങി വരുന്നുണ്ടോ അതിൽ നിന്ന്? ഇവിടുത്തെ സ്കൂളും കോളേജും ഒക്കെ വൻ സെറ്റപ്പാണ് കേട്ടോ. ആ ബിൽഡിങ്ങുകളെല്ലാം പഴയ ബിൽഡിങ്ങുകളിലാണ് ആ സംഭവങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. ഇതൊരു കിൻഡർ ഗാർഡൻ ആണെന്ന് തോന്നുന്നു. അകത്ത് കുറേ സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും. അടിപൊളി. ഇവിടെ പിള്ളേരൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ് എല്ലാവരും. എന്തായാലും എല്ലാവരും ഒന്നും ഇംഗ്ലീഷ് പറയുന്നില്ലെങ്കിലും പുതിയ തലമുറയൊക്കെ ഇംഗ്ലീഷ് പറയുന്നുണ്ട്. പിന്നെ മെജോറിറ്റി ആൾക്കാർ സ്പാനിഷാണ് സംസാരിക്കുന്നത്. ആ ഒരു സ്കൂൾ ബിൽഡിങ്ങിൻ്റെ അകത്ത് ചെഗുവേരയുടെ ഫോട്ടോ കണ്ടാ നോക്ക്, ഏത് ഓഫീസ് മുറിയാണത്. അതിനകത്ത് വരെ നമ്മളെ ചെഗുവണ്ണൻ്റെ ഫോട്ടോ കണ്ടില്ലേ? 1892 ബിൽഡിങ്, അത് എഴുതി വെച്ചിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിലൊക്കെ ആൾക്കാർ, ബസ്സൊക്കെ തിരക്കാണ്, എന്നാലും ആൾക്കാർ അടുക്കും ചിട്ടയോടും കൂടെ ഇടി ഉണ്ടാക്കാതാണ് കയറുന്നത്. ഇവിടെയും കണ്ടക്ടർ ഇല്ല, ഇവിടെയും ഡ്രൈവർ മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ചോ? നോക്ക്, ക്യൂബയിൽ പോലും അതേ പറയാം, മാൻ പവർ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കണ്ടക്ടർ ഇല്ല ബസ്സിൽ. കണ്ടില്ലേ? ആൾക്കാർ കയറുമ്പോഴത്തേക്കിനും ഡ്രൈവറുടെ മുമ്പിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ബോക്സിൽ പൈസ ഇട്ടിട്ടാണ് അവർ വണ്ടിക്കകത്ത് കയറുന്നത്. കണ്ടോ? ഡ്രൈവർ പൈസ വാങ്ങിക്കുന്നു, ടിക്കറ്റ് കൊടുക്കുന്നു, എന്നിട്ടാണ് കയറ്റി പോകുന്നത്. ഇവിടുത്തെ സിറ്റി ബസ്സാണേ, ഓർത്തോണേ.
കണ്ടോ? ഈ ശരിക്കും ഈ പരിപാടിയൊക്കെ നമ്മളെ KSRTCക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തിനാ ബാംഗ്ലൂർ BMTCയിൽ പല ബസ്സുകളിലും കണ്ടക്ടറല്ലോ, ചില ബസ്സുകളിലൊക്കെ അല്ലേ കണ്ടക്ടറുള്ളൂ. ഇതൊക്കെ നമ്മുടെ നാട്ടിലും ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെ തന്നെ KSRTC നഷ്ടത്തിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണ്. നോക്ക്, ഇവിടെയും കണ്ടക്ടറില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചേ മതിയാവൂ. തൊട്ടപ്പുറത്ത് നമ്മൾ ചെറിയ കുട്ടികളുടെ സ്കൂളാണ് കണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ വലിയ കുട്ടികളുടെ സ്കൂളായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് ഇവിടെ ഇഷ്ടംപോലെ സ്കൂളും ആശുപത്രികളും ഉണ്ട് കേട്ടോ. ആളുകളൊക്കെ എന്തായിരിക്കും ഇങ്ങനെ നിരത്തിലിങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടിരിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിലിരിക്കുന്നവരായിരിക്കും അല്ലേ? ദേ കുറേ സ്കൂൾ കുട്ടികൾ വേണ്ട. സ്കൂളിൻ്റെ മുമ്പിൽ ഇവിടെ ഇഷ്ടംപോലെ കച്ചവടക്കാരും ഉണ്ട് കേട്ടോ. ഇതെന്താ ഈ ചേട്ടൻ വെക്കുന്നത്? ആ ചേട്ടൻ വെക്കുന്നത് തീർന്ന പെർഫ്യൂം ബോട്ടിലുകൾ, പിന്നെ പഴയ ചാർജറുകൾ, നമ്മുടെ പഴയ വോക്കി ടോക്കി പോലത്തെ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ അത്, റിമോട്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. റിപ്പയർ ചെയ്യുവാണോ അതോ വിൽക്കുകയാണോ? വിൽക്കാൻ വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഹായ്. പിന്നെ ആ കാണാലെ ചെളി കോരുന്ന ഒരു ടീമുണ്ട് അവിടെ. അവക്കാടോ ഒക്കെ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? അവക്കാടോ ഉണ്ട്, പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ട്, പപ്പായ ഉണ്ട്. ഈ റിപ്പയർ ചെയ്യുന്ന ഷോപ്പാണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. മൈക്രോവേവ് ഓവനും പിന്നെ തേപ്പ് വെട്ടി, പിന്നെ ലാപ്ടോപ്പ് മോണിറ്റർ, പിന്നെ ഇതൊരു റിപ്പയർ ചെയ്യുന്ന ഷോപ്പാണ് കണ്ടില്ലേ? ഈ ചേട്ടനാണ് റിപ്പയറിൻ്റെ ഉസ്താദ്. അപ്പോൾ ഇവിടെ മൈക്രോവേവ് ഓവൻ, പിന്നെ അതുപോലെയുള്ള അടുക്കളയിലെ ഉപകരണങ്ങളൊക്കെ റിപ്പയർ ചെയ്യുന്നൊരു കട. ഈ കാണുന്നതൊക്കെ ഗവൺമെൻറ് റെസ്റ്റോറൻറ്റുകളാണ്. ഇവിടെയൊക്കെ ഭയങ്കര പൈസ കുറവായിരിക്കും. ആ റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ ആൾക്കാർ ക്യൂ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ ഇവരെ നോ ഇന്ത്യ ഇവിടെ ആൾക്കാർ നമ്മുടെ ബ്യൂറോയിൻ്റെ മുമ്പിൽ നമ്മൾ ക്യൂ നിന്ന് വാങ്ങിക്കുന്ന പോലെയാണ് ഇവിടെ റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ, ഗവൺമെൻറ് റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ ആൾക്കാർ സാധനങ്ങൾ ക്യൂ നിന്ന് വാങ്ങിക്കുന്നത്. ചെറിയ പൈസയുള്ളൂ ഇവിടെ ഓരോ സാധനങ്ങൾക്ക്. അതായത് എന്തൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്, അതിൻ്റെ പ്രൈസും മറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവർ ഈ ഡോളർ ചിഹ്നം എഴുതിയിരിക്കുന്നത് ഇവരുടെ പെസോടെയാണ് കേട്ടോ, അല്ല US ഡോളറല്ലേ. ഇവർ പെസോയ്ക്കും ഇവർ ഡോളർ ചിഹ്നമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഉപ്പേരി വറുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ, ഉപ്പേരി വിത്ത് ചിപ്സ്, ഇങ്ങനെ എന്തൊക്കെയാണ് ഇവർ കൊടുക്കുന്നത്. എനിക്ക് ഹായ് ഹോലാ ഹൗ ആർ യു? വാട്ട് ഈസ് ദിസ്? അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച ചിപ്സ്. ഇത് എത്ര രൂപയെന്ന് എനിക്കറിയില്ല, അവർ ബാക്കി വരുമ്പോഴേ അറിയുള്ളൂ. നമ്മുടെ ഉപ്പേരി അതാണ് സാധനം, അതിങ്ങനെ നീളത്തിൽ വലിച്ചിട്ടിരിക്കുക. ഞാനിത് വാങ്ങിച്ചപ്പോഴേ ഇതിനകത്ത് പാറ്റി പോലത്തെ ഒരു സാധനം ഇല്ലായിരുന്നോ. അപ്പോൾ എൻ്റെ അപ്പുറത്ത് ഒരു അമ്മയും മോനും വന്നു തന്നു. അവരെ കണ്ടു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല, അവരവിടെ എന്തോ വാങ്ങിക്കാൻ വന്നതാണ്. അപ്പോൾ അവരെന്നോട് എന്തോ പറഞ്ഞു, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്കൊന്ന് അവർ പൈസ എന്തോ ആണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ ആ പാറ്റി അവർക്ക് കൊടുത്തു. ഒരു അവന് ഒരു 3 വയസ്സുണ്ടാവും, കഷ്ടം. അവരുടെ കയ്യിൽ 2-3 വയസ്സുണ്ടാവും, അത്രേ ഉള്ളൂ. ആ മോനെ ഞാൻ കൊടുത്തു. എന്നിട്ട് ഇതിനകത്ത് നിന്ന് കുറച്ച് ഉപ്പേരിയും ആ മോന് കൊടുത്തു. അവർ ഹാപ്പി. അപ്പോൾ ഇത് നമുക്ക് 100 പൈസ എന്ന് പറഞ്ഞാൽ എത്ര പറയാം, നമ്മളൊരു 30 രൂപ. ഈ കിടക്കുന്ന വണ്ടി ഉണ്ടോ, മെഴ്സിഡസ് ബെൻസിൻ്റെ സ്പ്രിൻറ്റർ വണ്ടിയാണ്. അതായത് നമ്മുടെ ട്രാവലറില്ലേ ഫോഴ്സിൻ്റെ, അതൊക്കെ ശരിക്കും ഉത്ഭവിച്ചത് ഇതിൻ്റെ പഴയ വേരിയൻ്റ് എന്നൊക്കെയാണെന്ന് വേണേൽ പറയാം. ഈ സാധനം നമ്മുടെ നാട്ടിൽ പോലും ഇല്ല. ആരെങ്കിലുമൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ പോലും ഈ വണ്ടി വെക്കുന്നില്ല. പിന്നെ ഇത് ഹുണ്ടായി H1 എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഈ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാനുള്ള വണ്ടികളാണ്. നമുക്ക് ഇത്തരത്തിലുള്ള സെഗ്മെൻറ്റിൽ ഇപ്പം ടെമ്പോ ട്രാവലർ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ടാറ്റയുടെ വിങ്ങർ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലാതെ വേറൊന്നും ഇല്ലല്ലോ. ലക്ഷറി ഈ ഒരു മിനി വാൻ കാറ്റഗറിയിൽ ലക്ഷറീസ് ആയിട്ടുള്ള വണ്ടികളൊന്നുമില്ല. ഇത് പഴയ വണ്ടിയാണ്, ഇത് പുതിയതൊന്നും അല്ലാന്ന് തോന്നുന്നു. ബട്ട് എന്നാലും സംഭവം ഉണ്ട്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഇതുപോലത്തെ ഫാൻസി വണ്ടികൾ ഇവിടെയുണ്ട്. ഇതൊരു ഓട്ടോറിക്ഷയാണ്, കണ്ടില്ലേ? 3 ചക്രമുള്ള ഒരു ഓട്ടോറിക്ഷ. നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു മറീന ഹെമിംഗ്വേ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. മറീന ഏരിയ ആണ് ഇവിടുത്തെ. അപ്പോൾ ഇവിടെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു കനാല് പോലെ നമുക്ക് കാണത്തില്ലേ, ഇതേപോലത്തെ ഒരു 3-4 കനാൽസ് ഇതിൻ്റെ അപ്പുറത്തൊരെണ്ണമുണ്ട്, അതിൻ്റെ അപ്പുറത്ത് വേറെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ കുറേ യാട്ടുകളും അതേപോലെ തന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ കാണാൻ സാധിക്കും. ഇതുപോലുള്ളൊരു മറീന ശരിക്കും നമ്മൾ ഇന്ത്യയിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. നമ്മുടെ ഇന്ത്യയിൽ ഞാൻ മറീനാസ് അങ്ങനെ കണ്ടിട്ടില്ല. കുറേയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുപോലുള്ള യാട്ടുകളൊക്കെ വളരെ കുറവാണല്ലോ. ഞാൻ പണ്ട് ധനുഷ്കോടി പോയ സമയത്ത് അവിടെ ഞാൻ ഇതേപോലൊരു യോട്ട് കണ്ടിരുന്നു. പക്ഷെ അവിടെ ഇങ്ങനെ മറീനയൊന്നുമില്ല. അവിടെ ഞാൻ യോട്ട് കണ്ടായിരുന്നു. നമ്മുടെ മുംബൈയിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും മറീനാസ് ഉണ്ടോ എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. കൊച്ചിയൊക്കെ ശരിക്കും നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇതുപോലത്തെ മറീനാസും യോട്ടും സംഭവങ്ങളൊക്കെ ക്രമീകരിക്കാവുന്നതാണ് അല്ലേ. നമ്മുടെ മറൈൻ ഡ്രൈവ് ഏരിയ ഒക്കെ കുറച്ചും കൂടെ ഒക്കെ ഡെവലപ്പ് ആക്കുകയാണെങ്കിൽ നമ്മുടെ അതുപോലെ തന്നെ അങ്ങനെ മറൈൻ ഡ്രൈവ് ഏരിയ വേണമെങ്കിൽ നമുക്കൊരു മറീന നമുക്ക് പറയാം. ഇത് നമുക്ക് വിദേശ രാജ്യങ്ങളെല്ലാം നമ്മൾ കാണുന്ന പോലെ തന്നെയുള്ളൊരു മറീൻ ഏരിയ ആണ്. പക്ഷെ ആ ഒരു ചാമില്ല. എന്നാലും ഓക്കെ, കമ്പയർഡ് ടു ദ കൺട്രി ദിസ് ഈസ് ഫൈൻ. ഇവിടെയാണോ നമ്മൾ കഴിക്കാൻ വന്നിരിക്കുന്നത്? ഉള്ള നല്ല സ്ഥലം. ഇന്ന് മൊത്തം കാറ്റാട്ടോ, ഇന്ന് ഭയങ്കര കാറ്റാണ് ഇവിടെ എല്ലാം. എവിടെയാണ് കഴിക്കുന്നത്? യോ ഓ താങ്ക് യു വെരി മച്ച്.
താങ്ക് യു. കോൾഡ് ടവൽ ഇത് നമുക്ക് എവിടെ പോയാലും കിട്ടും. മുഖം തുറക്കാൻ വേണ്ടിയുള്ള ടവലാണ്. താങ്ക് യു. ജ്യൂസ്, വെൽക്കം ഡ്രിങ്ക്. നമ്മൾ എവിടെ ഇറങ്ങി പോകുമ്പോഴും ഇതേപോലെയാണ് നമ്മളെ ആൾക്കാർ സ്വീകരിക്കുന്നത്. നമ്മൾ ഈ റിസോർട്ടുകളിലൊക്കെ പോകുമ്പം നമ്മൾ ബിസിനസ് ക്ലാസ്സിലൊക്കെ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോഴും നമുക്ക് ഇതേപോലെ വെറ്റവലൊക്കെ തന്ന് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്ന് സ്വീകരിക്കത്തില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ. അതായത് എവിടെ ചെന്നാലും നമുക്ക് ഒരു ഹോട്ട് ടവൽ അല്ലെങ്കിൽ വെറ്റവൽ തരും. പിന്നെ നമുക്ക് ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടാവും. ഇത് വാട്ടർമെലൺ ജ്യൂസാണ്. ഇതിനകത്ത് നാരങ്ങയും പിഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് സ്ഥലം. ഇതിനകത്ത് അതെ ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ട്. അവിടെ ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ട്. പിന്നെ ഒരു വിൻറ്റേജ് കാർ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മളൊരു ഗ്രൂപ്പിൻ്റെ കൂടെയാണല്ലോ യാത്ര ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതനുസരിച്ച് അവരുടെ ഐറ്റിനറിയും മറ്റുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് അവർ റെഡിയാക്കി ഇരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ ആ മെറീന ഏരിയ ആണ്. പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. പിന്നെ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. ഇനി ഇന്ത്യൻ ഫ്ലാഗ് ഇങ്ങനെ തൂക്കിയിട്ടെന്നും പറഞ്ഞുകൊണ്ട് പ്രശ്നമാകുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇതിനു മുമ്പ് എവിടെയോ ഒരു ഇഷ്യൂ ഇതേപോലെ ഇന്ത്യൻ ഫ്ലാഗ് ഇങ്ങനെ തലതിരിച്ച് തൂക്കിയിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടായിരുന്നു. ഇതിങ്ങനെ ഇടുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ ക്യൂബൻ ഫ്ലാഗും ഇന്ത്യൻ ഫ്ലാഗും ഒപ്പം ഒരു ക്യൂബയുടെ വിൻറ്റേജ് കാറും കൂടി ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ. ഈ ഒരു സ്ഥലമില്ലേ, ഇവിടുത്തെ ഈ ഒരു മറീന എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ, നമ്മുടെ ഫിഡൽ കാസ്ട്രോ ഇവിടുത്തെ ഒരു സ്ഥിരം ആളായിരുന്നു. അതായത് ഫിഡൽ കാസ്ട്രോയുടെ ഒരു വിഷൻ പ്രകാരമാണ് ഇതുപോലുള്ളൊരു മറീന ഇവിടെ ഉണ്ടാക്കിയത് എന്ന് നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ കയറി വന്നപ്പോഴത്തേക്കും ഇവിടെ അത് എഴുതി വെച്ചിട്ടുമുണ്ട്. ഫിഡൽ കാസ്ട്രോയുടെ ഒരു ചിത്രം നമുക്കിവിടെ കാണാം. ഇത് കൊള്ളാമല്ലോ. നിങ്ങൾക്ക് വെള്ളത്തിൽ ചാടണമെന്നുണ്ടെങ്കിൽ ചാടാം. പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൽ കയറി ഇത് പരിപാടി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൽ കയറി ചാടി വെള്ളം ഒഴുകി ഇടുന്നുണ്ട്. ഇതിനകത്തോട്ട് വന്ന് വീഴും. ഇങ്ങനത്തെ 2 വെച്ചിട്ടുണ്ട്. സ്ലൈഡ്സ് അത് കൊള്ളാല്ലേ. ഇവിടെ നടുക്കൊരു ബാറുണ്ട്. ഇതൊരു ബാറും സ്നാക്ക് ബാറും കൂടെ എല്ലാം കൂടെ ചേർന്നാണ്. അപ്പോൾ ഇവിടെ തേങ്ങയുണ്ട്, പിന്നെ പിനാക്കോളാട കിട്ടും, റമ്മ് കിട്ടും, വിസ്കി കിട്ടും, എല്ലാ സംഭവങ്ങളും കിട്ടും. ഈ തേങ്ങയൊക്കെ ശരിക്കും കരിക്കൊക്കെ ശരിക്കും ഈ കരിക്കിനകത്ത് റമ്മ് ഒഴിച്ച് കുടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. റമ്മില്ലാതെ വാങ്ങിച്ച് കുടിക്കാം, റമ്മ് ഒഴിച്ചും കുടിക്കാം. ഇങ്ങനത്തെ ഹട്ടുകൾ കണ്ടില്ല, ഇതായിരിക്കും മിക്കവാറും ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് എനിക്ക് തോന്നുന്നു. സംഭവം കൊള്ളാമല്ലേ. ഐ മീൻ എല്ലായിടത്തും നമ്മൾ കാണുമ്പോഴത്തേക്കിനും ഇങ്ങനത്തെ ഏരിയസ് ഒക്കെ ഭയങ്കര പോഷായിരിക്കും. ഇവിടെ ഇച്ചിരി പോഷല്ല, ഇച്ചിരി ചെളിയും പൊടിയും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഐ മീൻ ഇത്രയും വർഷം മുമ്പ് ചെയ്തതല്ലേ, എന്നാലും ക്യൂബ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ. തൊട്ടപ്പുറത്ത് കടലാണ്. അതായത് ഈ കടലിൽ നിന്ന് ഇതുപോലെ പല കനാലുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ യോട്ടുകൾക്കും ചെറു ബോട്ടുകൾക്കും ഇതുപോലെയുള്ള കനാലുകൾ വഴി നമുക്ക് ഇതിനകത്തേക്ക് കയറി വരാം. ഇവിടെ വന്നിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ടാവും, ബാർ ഉണ്ടാവും, പിന്നെ റെസിഡൻഷ്യൽ ഏരിയ ഉണ്ടാവും, ഗസ്റ്റ് ഹൗസുകളും ഹോട്ടൽസൊക്കെ ഉണ്ടാവും, റിസോർട്ട്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ആക്സസ് കൊടുക്കും. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ. ശരിക്കും കടൽ വെള്ളം തന്നെയാണ്. നല്ല വെള്ളമല്ലേ, നല്ല പച്ച കളറിലെ വെള്ളം. അടിപൊളി. പച്ചയാണോ ബ്ലൂ ആണോ എന്താ ഈ കളറ്? ഒരു ആ കളർ അത് തന്നെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ കളറ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കടലാണ്. അവിടെ ഇങ്ങനെ കടലിൽ തിര ഇങ്ങനെ അടിക്കുന്ന നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇതിൽ ഇവിടെയൊക്കെ നടക്കാനുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നൈസിനോ. കയാക്ക് സെറ്റൊക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലേ, കയാക്കിംഗ് സെറ്റ്. പിന്നെ സ്കൂബ കിറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഉള്ളല്ലോ. അപ്പോൾ അവിടെ സ്കൂബയും പരിപാടികളൊക്കെ ഉണ്ട് തോന്നുന്നു. അവിടെ ആ കുടിലിരുന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നതെന്ന് വിചാരിച്ചു. അല്ല, ഇവിടെ മുകളിൽ റെസ്റ്റോറൻറ്റിനകത്താണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. റെസ്റ്റോറൻറ്റ്. ഓ വാവ്, പീപ്പിൾ ആർ ഓൾറെഡി ഹിയർ. ഇവിടെ കുറേ ബ്രെഡ്സ് വെച്ചിട്ടുണ്ട്. ബ്രെഡ്സും പിന്നെ പലതരത്തിലുള്ള ഇതുപോലത്തെ മാനീസും സോസും അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ ടൈപ്പ് വൈനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചീസാണ്, ചീസ്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, വെജിറ്റബിൾ റവിയോലി വെജിറ്റബിൾസ്. ഇത് നമ്മുടെ ഡംപ്ലിങ്സ് ഇല്ലേ, മോമോസ് പോലത്തെ സാധനം. പിന്നെ വെജിറ്റബിൾ റോള്, അങ്ങനെ കുറേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. സ്പ്രിങ് റോള്. പിന്നെ ഇവിടെ പുറത്താണ് ഇവർ ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഇന്ത്യൻ ഫുഡൊക്കെ ആണല്ലോ. ഇതെന്താ സംഭവം? ഇത് 2 സൂപ്പ്, വെജിറ്റബിൾ സൂപ്പും ഉണ്ട്, പിന്നെ വേറെന്തോ സൂപ്പും ഉണ്ട്. ഇതെന്താ, കടലക്കറിയോ? ഇത് ഫിഷ് ഉണ്ടല്ലേ, ഫിഷിൻ്റെ ഒരു സാധനം. പിന്നെ ഇത് ചിക്കൻ, പോളോ കറി ചിക്കൻ. പിന്നെ ഇത് പോർക്ക്, പിഗ്. പിന്നെ ഇത് വൈറ്റ് റൈസ്. പിന്നെ കറി റൈസ് ഉണ്ട്. പിന്നെ ദാറ്റ്സ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. ഇത് കടലക്കറി. പിന്നെ ഇത് സൽസ പാസ്ത, അങ്ങനത്തെ സാധനം. എന്താണ് ഇത്? മുട്ടക്കറി. പിന്നെ ഇതും ഒരു ടൈപ്പ് ഓഫ് പാസ്തയാണ്. ഇതും വേറൊരു ടൈപ്പ് ഓഫ് പാസ്തയാണ്. ഞാൻ കുറച്ച് പാസ്തയും പിന്നെ കുറച്ച് റൈസ്, പിന്നെ ഫിഷ്, മുട്ടക്കറി, ഇതിന് ഈ കടലക്കറി, ഇതെല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. ഈ ഫുഡൊന്നും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഇത് നമുക്ക് വേണ്ടി പറഞ്ഞുണ്ടാക്കിച്ചാന്ന് തോന്നി ഇങ്ങനെയൊക്കെ.
അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങി വരികയാണ്. ബൈ. ഇവരെ ഇങ്ങനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. താങ്ക് യു ഗായ്സ്. ബൈ. ഇവരൊക്കെ ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നുണ്ടോ? കൊള്ളാമല്ല. ഇതൊരു ചൈനീസ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഫുഡൊക്കെ ഒരു ചൈനീസ് സ്റ്റൈലായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇറ്റ് വാസ് ഫൈൻ. ഇവരിങ്ങനെ ഡാൻസ് കളിച്ച് നമ്മളെ എൻ്റർടൈൻ ചെയ്യുമായിരുന്നു. അവരുടെ ജോലി അതാണല്ലോ. ബട്ട് ദേ വർ നൈസ്. ഈ ഏണസ്റ്റ് ഹെമിംഗ്വേ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വന്നത്. ഇറ്റ് വാസ് നൈസ്. അപ്പം പിന്നെ നമുക്ക് ഇവിടെ നിന്നൊരു 2.5-3 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. നമ്മൾ വരാതെറോ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെയാണ് താമസിക്കുന്നത്. നമ്മൾ വലിയ ബാഗൊന്നും എടുത്തിട്ടില്ല. വലിയ ബാഗെല്ലാം നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് വന്നത്. ഇവിടുത്തെ റൂമിൽ വെച്ചിട്ടാണ് വന്നത്. ഇന്ന് നമ്മളവിടെ പോയിട്ട് എന്തോ പാർട്ടി ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. I'm not interested in that, but still നമുക്ക് പോകണമല്ലോ, പോയാലേ പറ്റുള്ളൂ. സോ ലെറ്റ്സ് ഗോ. അവർ നമ്മളെ ബസ്സിൻ്റെ അവിടെ വരെ കൊണ്ടുവന്നാക്കി പോകാൻ നേരം ബൈ പറഞ്ഞുകൊണ്ട്. വരനേരം പോകുന്നതിന് മുമ്പ് ഇവിടെ എന്തോ വേറൊരു സിറ്റി വാക്കിംഗ് ടൂർ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. സോ അതും കൂടെ കഴിഞ്ഞിട്ടേ വരനേരെ പോകുള്ളൂ. അപ്പോൾ ഇത് നടക്കണം. എന്ത് ഭംഗിയല്ലേ ഈ സ്ഥലമൊക്കെ കാണാനായിട്ട്. ആ കടൽ ഇങ്ങനെ തിരകളടിക്കുന്ന കാണാം. അതിനിടയ്ക്ക് ഇങ്ങനെ മറീന സെറ്റ് ചെയ്തിരിക്കുന്ന കാണാം. ഇറ്റ് ഇസ് നൈസ് നോ. അപ്പോൾ ഇന്ന് ബസ്സിൻ്റെ ലാസ്റ്റ് റോയിലാണ് ഞാൻ സീറ്റ് പിടിച്ചത്. പറയണ്ട, ഞാൻ അവസാനമാണ് വന്നത്. ഞാൻ ആക്ച്വലി ഇന്ന് വരാതേരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ എല്ലാവരും പോകുന്നെന്ന് പറഞ്ഞ് ഞാനും ഇരുന്നു. ഞങ്ങൾ വ്ളോഗേഴ്സ് എല്ലാവരും കൂടെ ആദ്യം പല രീതിയിൽ തീരുമാനിച്ച പോകണോ വേണ്ടെന്നൊക്കെ. പിന്നെ എല്ലാവരും പോകുന്നുണ്ട്, പിന്നെ ഞാനും പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ വണ്ടിയിൽ കയറി വന്ന് ഇനി നമുക്ക് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാം. ഇനി ഒരു 2-2.5 മണിക്കൂർ വരാതേരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത്. അതൊരു ബീച്ച് ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ പോകുന്നത്. അവിടെ ഒരു ഗാല ഡിന്നറുണ്ട്. നമുക്ക് എല്ലാവർക്കും ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ ടൂറിസത്തിൻ്റെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ഇവരുടെ ആരോ മിനിസ്റ്ററോ ആരാണ്ടൊക്കെ വരുന്നുണ്ട് അവിടെ. അതിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ബാഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എൻ്റെ ഡ്രസ്സും ഡിന്നറിൻ്റെ സമയത്ത് ഇടാനുള്ള ഡ്രസ്സും ഷൂവും എല്ലാം അതിനകത്തുണ്ട്. ലാപ്ടോപ്പൊക്കെ എടുത്തിട്ടുണ്ട്. സോ ദാറ്റ്സ് എ പ്ലാൻ. അപ്പോൾ ഈ വീഡിയോ എവിടെ വെച്ച് നിർത്താണ്. ഇനിയിപ്പം ഞാൻ ബാക്കിയുള്ള കാഴ്ചകൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ലെങ്ത് ആയി പോകും. അപ്പോൾ ഞാൻ ഉറങ്ങട്ടെ ഗൈസ്. ഓക്കെ, നിങ്ങൾ ഉച്ചയ്ക്ക് വീഡിയോ കാണുകയല്ലേ? ഫുഡൊക്കെ കഴിച്ച് കാണുന്ന ആൾക്കാരല്ലേ കൂടുതലും. നിങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങരുത്. ഉറങ്ങുന്നവരെ ഉറങ്ങാതെ വീഡിയോ മൊത്തം കാണും. ഓക്കെ, അപ്പോൾ സീ ഗൈസ് ടുമോറോ. ബൈ.